ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഫോൺ പേ ആപ്ലിക്കേഷൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി ഫോൺ പേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ കുറച്ച് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അത് അലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ പേ അക്കൗണ്ട് ലോഡിംഗ് ആവും. അപ്പോൾ ഉടനെ തന്നെ ഒരു OTP വരും. അത് ഓട്ടോമാറ്റിക്കലായിട്ട് വെരിഫൈ ആവുന്നതാണ്. അത് കഴിയുമ്പോൾ ആക്സസ് യുവർ കോൺടാക്റ്റ് അത് അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഫോൺ പേ ആക്സസ് ദിസ് ഡേവിസ് ലൊക്കേഷൻ അത് അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഫോൺ പേയുടെ ഹോം പേജിലേക്ക് വന്നു. ഇനി നമുക്ക് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ SBI അക്കൗണ്ടാണ്. അപ്പോൾ SBI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആവുന്നതാണ്. അപ്പോൾ വെരിഫൈ ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ IFSC കോഡ്, ബ്രാഞ്ച് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് ടു ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള 14 അക്ക ഡിജിറ്റിൽ നിന്ന് അവസാനത്തെ 6 ഡിജിറ്റ് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് താഴെ ATM കാർഡിൻ്റെ എക്സ്പയറി മന്തും ഇയറും കൃത്യമായി തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ 6 ഡിജിറ്റ് വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ അവസാനത്തെ 6 ഡിജിറ്റ് എൻ്റർ ചെയ്തു. വാലിഡിറ്റി മന്തും ഇയറും എൻ്റർ ചെയ്തു. ഇനി പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് UPI പിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് UPI പിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യുന്ന പേജിലേക്ക് വരും. അപ്പോൾ പുതിയൊരു 6 അക്ക നമ്പറാണ് UPI പിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകൾക്കൊക്കെ ആണെങ്കിൽ 4 അക്ക നമ്പറും SBI ആണെങ്കിൽ 6 അക്ക നമ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ഗൂഗിൾ പേ പോലുള്ള അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിലൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുതിയ UPI പിൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു UPI പിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UPI പിൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ UPI പിൻ ക്രിയേറ്റ് ചെയ്തതോടെ നമ്മൾ ഫോൺ പേയുടെ ഏത് സേവനങ്ങളും നമുക്കിനി ഉപയോഗിക്കാൻ സാധിക്കും. ബിൽ പേയ്മെൻറ്റ്സ്, ട്രാൻസാക്ഷൻസ് എല്ലാം ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോൺ പേ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.